കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് നാളെ വലിയ ആപത്തുകൾ ഉണ്ടാവുമെന്ന് തോന്നുന്നത് കൊണ്ടാ. അതെന്താ നിങ്ങൾക്കാർക്ക് മനസ്സിലാവാത്തെ? വീടിന് പുറത്തുണ്ടായിരുന്ന ദൃഷ്ടിക്കോലം ഉടഞ്ഞ ദിവസം വലിയ ആപത്തല്ലേ ഉണ്ടായത്? കൗസല്യ കൊളുത്തിവെച്ച ദീപം വവ്വാല് വന്ന് തട്ടിമറിച്ച അന്ന് വീട്ടില് വേറെ ആപത്തുണ്ടായി. വീടിന്റെ വാതിൽപ്പടിയില് അർജുൻ തലയിടിച്ച് വീണ് ചോര വീണയെന്ന് പിന്നെ എന്തൊക്കെ ആപത്താ വന്നേ. അല്ല, ഓരോ പ്രാവശ്യം ഇതുപോലെ ഓരോ ആപത്ത് വരികയല്ലേ ചെയ്തേ. എന്നിട്ടും ഇതൊന്നും നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ വീട്ടുപടിക്കല് പാമ്പിന്റെ ചട്ട. വീട്ടുപടിക്കല് പാമ്പിന്റെ ചട്ട ഇരിക്കാന്ന് വെച്ചാ അതിലും വലിയ ആപത്തിന് വേറെ വരാനില്ല. ആരും ചിന്തിക്ക പോലും ചെയ്യാത്ത അത്രയും വലിയ അപകടം വീട്ടിൽ നടക്കാൻ പോകുന്ന ഇതിന്ന് മനസ്സിലാക്കണ്ടേ. ഇതൊക്കെ ദോഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ തീരുമാനമൊക്കെ മാറ്റിവെച്ച അതായിരിക്കും നല്ലത് മോളെ. ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ് ഭവാനി. നമ്മുടെ ബന്ധം ബലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന അപശകനം എല്ലാം ഇവിടെ ശുഭമായി മാറുന്നതുകൊണ്ടാണ് ആ നാഗമാതാവിന് എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീട്ടില് ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ വേറെ അർത്ഥത്തിലാ എടുക്കുന്നേ. എന്റെ നല്ല മനസ്സ് ആരും കാണുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കിയിട്ടും ഇല്ല. അതെ, അവരുടെ ബന്ധം ബലപ്പെടാൻ വേണ്ടിയുള്ള കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നീ എന്തൊക്കെ ബന്ധമില്ലാത്ത കാര്യങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ആദ്യം ഒന്നും മിണ്ടാതിരിക്കും. മോളെ ഭവാനി, നിങ്ങളുടെ ബന്ധം കൂടുതൽ ബലപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെങ്ങനാ, ഇവളുടെ നാവിനെ അല്പം നീളം കൂടുതലാ. അതാ അവള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. മോള് ഇതൊന്നും കാര്യമായിട്ട് എടുക്കുകയേ വേണം. മോളെ ഭവാനി, നാഗമാതാവിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുമ്പോഴേ എനിക്കറിയാം നീ അതിന് എന്തോ ഒരു പരിഹാരം കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്ന്. ആദിത്യ, നമുക്ക് ശാന്തി മുഹൂർത്തത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാം. നീ വാ. എടീ, നീ എന്താ പാടത്ത് നോക്കുത്തിയപ്പോൾ നോക്കി നിൽക്കുന്നത്? ഇങ്ങോട്ട് വന്നേ. എടീ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കട്ടെ. നീ എന്തിനാ അതിനൊക്കെ എതിര് സംസാരിക്കുന്നത്? നീ ഒന്ന് പറയും, അവരതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? നമ്മൾ എന്തൊക്കെ നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ കൺമുമ്പിൽ നടക്കുക. മനസ്സ് എരിഞ്ഞോണ്ടിരിക്കുക. കണ്ണും വായുവൊക്കെ മൂടിക്കെട്ടി ഒരു മരപ്പാവ് പോലെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല. ഭവാനിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുവാണല്ലോ. എന്നെ സപ്പോർട്ട് ചെയ്യാതെ അവളെ എന്താ സപ്പോർട്ട് ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല. എടി മണ്ടി, ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം ഭവാനി തുടങ്ങും, പിന്നെ അമ്മ തുടങ്ങും. അത് കഴിഞ്ഞ് അവിടെയുള്ള എല്ലാവരും കൂടെ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിന്റെ ചേച്ചി ശകുന്തള പറഞ്ഞതുകൊണ്ട് മാത്രമാ നമ്മളിവിടെ താമസിക്കാൻ ആദിത്യം സമ്മതിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു.
അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി താമസിക്കും? തെരുവിൽ അലയേണ്ടി വരും. അത് നീ പലപ്പോഴും മറക്കുന്നു. ഇതൊക്കെ നമ്മുടെ അഭിനയമാണെന്ന് ഈ വീട്ടിലെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം പോകുമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അത് മറന്നിട്ട് എല്ലാ വിഷയത്തിനും നമ്മളിങ്ങനെ നെഗറ്റീവ് സംസാരിച്ചോണ്ടിരുന്ന നമ്മൾ രണ്ടുപേരുടെയും കഴുത്തിന് പിടിച്ച് എല്ലാവരും കൂടെ നമ്മളെ വെളിയിൽ തള്ളും. അതും ഓർക്കുന്നത് നല്ലതാ. അർജുനെ ആ നാഗമാതാവ് കൊല്ലുകയാണെങ്കിൽ അതിനുശേഷം ഭവാനിയുടെ അവസ്ഥ എന്താകുമെന്നോർത്ത് ഇവിടെയുള്ള എല്ലാവർക്കും ടെൻഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ നമ്മൾ വെളിയിലാകേണ്ടി വരും. അതുകൊണ്ടാടി നിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ നിന്നോട് എനിക്ക് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല. നീ എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നത്? എന്ത് ചെയ്താലും ശരി, എങ്ങനെ ചെയ്താലും ശരി, അവരുടെ ശാന്തി മുഹൂർത്തം ഉറപ്പായി നടക്കത്തില്ല. ഇതിനു മുൻപ് 2 തവണയും നാഗമേ അത് സമ്മതിച്ചില്ല. ഇനിയൊട്ട് സമ്മതിക്കാൻ പോകുന്നുമില്ല. നടക്കില്ലാന്ന് നമ്മളൊക്കെ കരുതുമ്പോഴും ഭവാനി അത്ര ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ ശാന്തി മുഹൂർത്തം നടത്തുന്നതിന് ഭവാനി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ആരൊക്കെ എന്തൊക്കെ പ്ലാനുകൾ ചെയ്താലും ഈ ശാന്തി മുഹൂർത്തം നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നടക്കില്ലാന്ന് ഇത്ര ഉറപ്പിച്ച് എങ്ങനെയാ നിങ്ങൾ പറയുന്നേ? പകപോക്കണം എന്നുള്ള മനുഷ്യന്റെ ചിന്തകൾ ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ പാമ്പുകൾ നേടിയെടുക്കാതെ പിന്നോട്ട് പോകില്ല. പകരം വീട്ടാനുള്ള ചിന്തകൾ ഓരോ ദിവസം കൂടിക്കൊണ്ടേയിരിക്കും. നാഗമാതാവ് ഉറപ്പായും തിരിച്ചു വരും. വരുമെന്ന് മാത്രമല്ല, ശാന്തി മുഹൂർത്തം തടയുകയും ചെയ്യും. മഹാദേവ, നീയുള്ള ധൈര്യത്തിലാണ് എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇത് ആരംഭിക്കാൻ പോകുന്നത്. നീ തന്നെ എങ്ങനെങ്കിലും എന്റെ ഭർത്താവിനെ ആ നാഗമാതാവിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് തുണയായിരിക്കണം. എന്റെ ഈ ശ്രമത്തിന് നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എനിക്ക് എന്റെ അർജുനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്റെ അർജുന എന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും ജീവനോടെ ഉണ്ടാവില്ല. ഗുരുജി തന്ന വിഭൂതി വിതറിയാൽ എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും. എന്താ അമ്മ ഇത്? അവര് ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. ഇവരാണെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. എന്തൊക്കെ സംഭവിക്കുമെന്നോർത്ത് എനിക്ക് വല്ലാതെ പേടിയാകുന്നമ്മേ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ. മുത്തശ്ശി, അവര് രണ്ടുപേരും ഇങ്ങോട്ടാ പോയെ? ഞങ്ങൾ അകത്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കൗസല്യ, അവരോട് ചോദിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റും? നീ പോയി ഭവാനിയെ കൂട്ടിക്കൊണ്ടുവാ, ഞാൻ പോയി അർജുനെ ശരി കൂട്ടിക്കൊണ്ടുവാ. ഏട്ടാ. മോളെ ഭവാനി, നീ എങ്ങോട്ടാ പോണേ? ഞാനിപ്പോ വരെ ഏട്ടത്തി. നീ എന്ത് ചെയ്താലും ശരി, നാഗമാതാവ് വരണമെന്നുള്ളത് വിധിയാണ്. അർജുനെ കൊല്ലണമെന്നുള്ളതും വിധി തന്നെ. ഇന്ന് ശാന്തി മുഹൂർത്തം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ
എന്താമ്മേ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒരമ്മയുടെ വേദന നിനക്ക് എങ്ങനെയാ മനസ്സിലാവുക? ഇന്ന് ശാന്തി മുഹൂർത്തം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരു കുഴപ്പമില്ലാതെ കണ്ടാ മതി. അത് മാത്രം മതി. കൗസല്യ, നീ പോയി ഭവാനിയെ കൂട്ടിട്ട് വാ. ശരി ഏട്ടാ. ഭവാനി, എന്താ മോളെ അവിടെ എല്ലാരും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവല്ലേ? നീ അവിടെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന എങ്ങനെയാ? ഒന്നുമില്ല ഏട്ടതി. മോളെ ഭവാനി, മോളെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ആലോചിക്ക്. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു. നാഗദേവത വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാക്കുമോ എന്ന് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു മോളെ. ആ കാര്യം ആലോചിക്കുമ്പോ തന്നെ എന്റെ മനസ്സ് പിടിവിട്ട് പോകുക. എന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാ. എന്തിനാ അപ്പച്ചി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? ഇത് സന്തോഷിക്കേണ്ട നിമിഷമാണെങ്കിൽ പോലും എന്താ പറയേണ്ടതെന്നറിയാത്ത അവസ്ഥയില്ല ഞാനിപ്പോ ഉള്ളത് മോളെ. ഇന്നത്തെ ഈ ചടങ്ങ് നന്നായി തീരണോന്നാ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കുമ്പോ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമെന്നോർത്ത് ആകെപ്പാടെ വിഷമത്തിലാ ഞങ്ങൾ എല്ലാവരും. നാഗദേവത വന്ന് നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് മോളെ. നാഗമാധവനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആര് വന്നാലും ശരി, ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കും. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എനിക്കും അർജുനും ഒന്നും തന്നെ സംഭവിക്കില്ല. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ഏർപ്പാടുകളെല്ലാം ചെയ്തത്. മുത്തശ്ശി, അപ്പച്ചി, എന്റെ അനുജത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. അളിയ, അപ്പച്ചിയുടെ അനുഗ്രഹം വാങ്ങിച്ചേ. അപ്പച്ചി, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ എനിക്കും അർജുനും ഒന്നും തന്നെ സംഭവിക്കില്ല. നാഗമാധവനല്ല, മറ്റാര് വന്നാലും ഞങ്ങൾക്ക് അവരെ തടയാൻ സാധിക്കും. ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കണ്ട. അർജുനെ ഇനിയും ആർക്കും പിരിക്കാൻ സാധിക്കില്ല. നല്ലത് മാത്രമേ നടക്കൂ. അപ്പച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇവക്ക് എവിടുന്ന ഇത്ര ധൈര്യം? ആർക്കറിയാം? അറിഞ്ഞെങ്കിൽ പിന്നെ പറയാതിരിക്കൂ. കൗസല്യ, എന്താ നോക്കി നിൽക്കുന്നത്? മുഹൂർത്തത്തിന് സമയമായി. അകത്തേക്ക് കൊണ്ടുപോ. അളിയ, വരൂ. ഇവളീ ശാന്തി മുഹൂർത്തത്തിന് പോകുന്നത് ചാകാൻ വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാ പാവം. അതൊന്നും അറിയാതെ അവൾ ഇതാ പോകുന്നു. നോക്കാം ആര് മരിക്കും, ആര് ജീവനോടിരിക്കുമെന്ന്. ഭവാനി, നീ തിടുക്കം കൂട്ടരുത് കേട്ടോ. ഞാൻ പോയി പാൽ ഗ്ലാസ് എടുത്തിട്ട് വരാം. മഹാദേവ, എന്റെ മരുമകൾക്കും മകനും ഒന്നും ഉണ്ടാവരുതേ. എന്റെ ആയുസ് കൂടി അവർക്ക് കൊടുത്തേക്കണേ ഭഗവാനെ. ഒരുപാട് വർഷങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണം. അവർക്കുള്ള ആശീർവാദം നീ തന്നെ നൽകണം. അവർക്കൊന്നും സംഭവിക്കരുത്, ഒന്നും സംഭവിക്കരുതേ ഭഗവാനെ. എന്റെ മനസ്സിലൊരു ഭയം ഉടലെടുക്കുന്നല്ലോ.
എന്തായിരിക്കും അതിന്റെ കാരണം? നടക്കാൻ പാടില്ലാത്തത് എന്തോ നടക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയായി നടക്കാത്ത ശാന്തി മുഹൂർത്തം ഇന്ന് നടക്കാൻ പോവുകയാണെങ്കിൽ അതിന് കാരണം എന്നോടുള്ള ഭയം കുറഞ്ഞതുകൊണ്ടാണോ അതോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണോ? ഈ തവണ നിങ്ങളെ ഞാൻ വിടാൻ പോകുന്നില്ല. തീർച്ചയായും നിങ്ങളൊരു പാഠം ഞാൻ പഠിപ്പിച്ചിരിക്കും. ഇതാ ഞാൻ വരുന്നു. എടാ ബുജി, നിന്നോട് എത്ര തവണ പറയണം മൊബൈലിൽ ഗെയിം കളിക്കരുതെന്ന്? കണ്ണിന് പ്രശ്നമെന്ന് പറഞ്ഞിട്ടില്ലേ? കൗസല്യ, നിനക്കെങ്കിലും അവനോട് പറഞ്ഞു കൊടുത്തൂടെ ഇങ്ങനെ ചെയ്യരുതെന്ന്? അവനെ കൊണ്ടുപോയി ഉറക്കേ. ബുജി, ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. പോയി കിടന്നുറങ്ങ്. ചെല്ലേ, പോയി കിടന്നുറങ്ങ്. ബാബുജി, എന്താ അമ്മ ഇത്? ഈ സമയത്ത് അമ്മ എന്താ ഇവിടെ വന്നത്? ഞാൻ എന്തിനാ വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അമ്മേ നാഗദേവതേ, എന്റെ മകനെ ഒന്നും ചെയ്യരുതേ. അവനെ വെറുതെ വിടണം അമ്മേ. ആരെന്തു പറഞ്ഞാലും ശരി, അർജുനെ കൊല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഭവാനി കൂടെ ഉള്ളിടത്തോളം കാലം അമ്മയ്ക്ക് അർജുനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഈ ശാന്തി മുഹൂർത്തം തകർക്കാനാണ് ഞാൻ വന്നത്. അമ്മേ നാഗമാതാവേ, അമ്മേ നാഗമാതാവേ, അങ്ങനെ ചെയ്യല്ലേ. ഒന്നും ചെയ്യരുതേ. ഞങ്ങളെ വെറുതെ വിടൂ. ഒന്നും ചെയ്യരുതേ, വെറുതെ വിടൂ. നാഗമാതാവേ, അവിടുന്ന് ദൈവമാണ്. അർജുനെ അനിയത്തി ഒന്നും ചെയ്യരുതേ. അവരെ വിട്ടേക്ക്. എന്റെ അളിയനോടും അനുജത്തിയോടും കരുണ കാണിക്കണം. ഞാൻ തൊഴുതു പറയുവാണ്. അവരൊന്നും ചെയ്യരുത്. അമ്മേ, അവരൊന്നും ചെയ്യരുതേ. എന്റെ അളിയനെ പെങ്ങളെ ഒന്നും ചെയ്യരുതേ. അമ്മേ, കരുണ കാണിക്കമ്മേ. എന്റെ അളിയനെ പെങ്ങളെ ഒന്നും ചെയ്യരുതേ. കരുണ കാണിക്കമ്മേ. അമ്മേ, ആരെന്തു പറഞ്ഞാലും ശരി, അർജുനെ കൊല്ലാതെ ഞാൻ വിടില്ല. അമ്മേ, അമ്മേ നാഗമാതാവേ, അമ്മേ നാഗമാതാവേ, പറയുന്നൊന്ന് കേക്കമ്മേ. അമ്മേ, അമ്മേ നാഗമാതാവേ, അവരെ ഒന്നും ചെയ്യരുതേ. തൊഴുത് പറയുവാണ്.
റൂമിനുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി ഭവാനി ശ്രീചക്ര പൂജ ചെയ്ത് പ്രസാദമെടുത്ത് അവിടെ തൂകിയിരിക്കുകയാണ്. ഭവാനി വലിയ ബുദ്ധിമതിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ബുദ്ധിശാലി ആരാണെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. അയ്യോ